ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നാളെ വരാനിരിക്കുന്നത് നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഒരു പ്രൊമോ കേട്ട് നോക്കിയാലോ. അപ്പം നമ്മുടെ ശരണ്യെ ഹോസ്പിറ്റലിൽ നിന്നും കൊണ്ടുവന്നൊക്കെയാണ്. പക്ഷെ കൊണ്ടുവന്നെങ്കിലും ആ കുട്ടിയുടെ ആരോഗ്യനിലയും മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയൊക്കെ വളരെ മോശമാണ്. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടി ഇമോഷണലി ഒരുപാട് എന്ന് വെച്ചാൽ ആ കുട്ടി ഇതുവരെ മാനസികമായിട്ട് റിക്കവറായി വന്നിട്ടില്ല. അതിൻ്റെ വീട്ടുകാരും അച്ഛനും അമ്മയും സഹോദരനും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആരും ഒരുപാട് ആ കുട്ടിയെ ചെന്ന് കാണാണ്ടിരിക്കാനും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് നോക്കാം. അതോടൊപ്പം നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ പ്രൊമോ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അലീന നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ എനിക്കൊരു സ്ഥലം വരെ പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എവിടെയാണ് മോളെ എന്നൊക്കെ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ മനു വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ബബിതയുമായിട്ട് പല കാര്യങ്ങളും സംസാരിക്കുകയുണ്ടായി. അതായത് നിൻ്റെ അമ്മയും അച്ഛനെയും ഒന്നിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ മക്കളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ അമ്മയുടെ അച്ഛൻ്റെയും ജീവിതം രണ്ടായിട്ട്, അതായത് ഇപ്പം വൈജയ ആൻറ്റി ഇപ്പം നിങ്ങളുടെ ഒരു മക്കളെ സപ്പോർട്ടില്ലെങ്കിൽ ആൻറ്റി ഒരിക്കലും ഒരു വീടെടുത്ത് പോവില്ല. അതേസമയം നിങ്ങളിൽ ആരെങ്കിലും ഒരാളും കൂടെ അമ്മയുടെ ഒപ്പം പോകുമെന്ന് പറയണമെങ്കിൽ ആൻറ്റി ഒരു പക്ഷേ ചിലപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് മാറും. അപ്പം മക്കളെല്ലാവരും അച്ഛൻ്റെ കൂടെ നിൽക്കാനാണെന്ന് ഉള്ളൊരു തീരുമാനം പറയുകയാണെങ്കിൽ ഒരിക്കലും ആൻറ്റി വേറൊരു വീടെടുത്ത് വാടകയ്ക്ക് മാറാനോ ഡൈവോഴ്സിനോ ഒന്നും നിൽക്കില്ല. അപ്പോൾ അതിന് നിങ്ങളൊരു സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുതെന്ന് മനു പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബബിതയുടെ അടുത്ത്. എന്നിട്ട് ബബിതയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നീ ഓരോ കാര്യങ്ങളും ചിന്തിച്ച് ചെയ്തോണം. കുടുംബത്തിന് ദുഷ്പേര് വരുത്തുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നീയും ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കണ്ടല്ലോ നിൻ്റെ ആങ്ങളെ ചെയ്തേക്കുന്ന ഒരു കാര്യം, അതുപോലെ നീയും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ മനു പറയുന്നുണ്ട്. പക്ഷെ മനുവിൻ്റെ ആ വാക്കുകൾ ബബിതയുടെ മനസ്സിനെ ആകെ എന്താ പറയണേ, കാടുലയ്ക്കും പോലെ ഉലക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ബബിതയ്ക്ക് അറിയാം രോഹിത്തിൻ്റെ ഹരിയുടെ കയ്യിൽ ബബിതയുടെ കാമുകൻ്റെയും വീഡിയോ ക്ലിപ്പുകൾ ഹരിയുടെ കയ്യിലുണ്ടെന്നും അത് ഏതോ ഫ്രണ്ടിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുവഴി എങ്ങാനോ നമ്മുടെ മനുവിൻ്റെ കയ്യിൽ ആ വീഡിയോ ക്ലിപ്പ് കിട്ടുകയും മനുവേട്ടൻ കാണുകയും ചെയ്തു എന്നുള്ളൊരു ഭയമാണ്. അത് ന്യായീകരിക്കാൻ ബബിതയ്ക്ക് ഓപ്ഷനും ഇല്ല. ബബിതയ്ക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തുമില്ല. കാര്യം അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. ബബിതയ്ക്ക് ചോദിക്കാനും പറ്റാത്തൊരു സാഹചര്യമാണല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ ആകെ ബബിത പേടിച്ച ഒരു മട്ടിൽ നിൽക്കുകയാണ്. അപ്പം മനു നല്ല രീതിയിൽ താക്കീത് കൊടുത്ത് തന്നെ ബബിതയ്ക്ക് ഇങ്ങോട്ടൊന്നും പറയാനുള്ളൊരു ഓപ്ഷൻ മനു കൊടുത്തില്ല. അതുകൊണ്ട് നീ ആലോചിച്ച് ഓരോ കാര്യങ്ങളും നീ ചെയ്യുക. നിൻ്റെ ഭാഗങ്ങളും നീ ഓരോന്നും ക്ലിയർ ആക്കി നിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. കണ്ടല്ലോ രോഹിത്തിൻ്റെ അവസ്ഥ, ആ ഒരു അവസ്ഥ നിനക്കും വരരുത് എന്ന് തന്നെ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മനു നേരെ അലീനയുടെ അടുത്ത് ചെല്ലുകയാണ്. അലീന, ഞാൻ ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോവാണ്. കാര്യം ഇവിടെ നിന്നതുകൊണ്ട് കാര്യമില്ല, ജോലിയും കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കണമല്ലോ. ഞാൻ എന്തായാലും പോവുകയാണ്. ബബിതയുടെ കാര്യത്തിൽ നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നല്ല രീതിയിലുള്ള താക്കീത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനുവേട്ട, പിന്നെ എൻ്റെ കാര്യങ്ങൾ അമ്മയുടെ കാര്യം എന്തെങ്കിലും പറഞ്ഞു അതൊന്നുമല്ല, അല്ലാണ്ട് ഇനിയിപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് നിന്നോടുള്ള പെരുമാറ്റ രീതി അവൾ വളരെ ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു സത്യാവസ്ഥയും ഞാൻ അവളോട് വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം അവളും അറിയണത് എന്നൊക്കെ മനു പറയുന്നുണ്ട്. എന്നിട്ട് അലീനയെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോളുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ നന്നായിട്ട് പഠിച്ചോണം, ക്ലാസ്സിൽ എന്നാൽ പോകാൻ പറ്റുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് നീ ചോദിച്ചോളുക. ഒരു രീതിയിലും ടീച്ചേഴ്സ് നിന്നെ ഹരാസ് ചെയ്യാനായിട്ട് വരില്ല എന്ന് തന്നെ മനു പറഞ്ഞ് എല്ലാവർക്കും ധൈര്യം കൊടുക്കണം. അലീനയോട് പറയുന്നുണ്ട്, അങ്കിളിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ടെൻഷൻ അടുപ്പിക്കേണ്ട, മൈൻഡ് ഓക്കെ അല്ല അങ്കിളിൻ്റെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നീ നോക്കണമെന്ന് പറഞ്ഞിട്ട് മനു അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം നമ്മുടെ അലീന വീണ്ടും ബാലേന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് പറയണം, അച്ഛാ എനിക്ക് ശരണ്യ എൻ്റെ അനുജൻ കാരണം പീഡിപ്പിക്കപ്പെട്ട ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് പോകണമെന്ന്. പക്ഷേ ബാലചന്ദ്രൻ ഒരിക്കലും അത് ഇതാക്കുന്നില്ല. കാര്യം വെച്ചാൽ നീ എന്തിനാണ് അവളെ പോയി കാണുന്നത്? എനിക്ക് അവളെ കണ്ട് മാപ്പ് പറയണം. എൻ്റെ അനുജൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ കാൽ പിടിച്ചാണെങ്കിലും ഒരു മാപ്പ് എനിക്ക് പറയണം. കാര്യം അതേ അവസ്ഥ നേരിട്ടവളാണ് ഈ അലീന. അന്ന് ഒരു കത്രിക കൊണ്ട് എൻ്റെ ജീവിതം ഞാൻ
ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇന്ന് ആ ഒരു അവസ്ഥ ആ കുട്ടിക്ക് പീഡനത്തിന് ഇരയാകേണ്ടി വന്നു. 4 പേരുടെ പീഡനത്തിന് ആ കുട്ടി ഇരയായി എന്നുള്ളതൊക്കെ അലീന പറയണം. പക്ഷെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ അനുജൻ രോഹിത്തല്ലേ, അപ്പോൾ നീ അവനെ സപ്പോർട്ടല്ലേ അലീന ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛൻ തെറ്റ് ചെയ്തവനെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, പക്ഷെ അച്ഛന് ഇപ്പോൾ വേണമെങ്കിൽ ഒരു വക്കീലിനെ കാണുകയോ അവന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്തോളൂ, ഞാൻ അതിന് ഒരിക്കലും എതിരല്ല. പക്ഷേ ആ കുട്ടിയോട് ചെയ്ത ക്രൂരതയ്ക്ക് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അച്ഛാന്ന് പറയുകയാണ് അലീന. അപ്പോൾ ബാലചന്ദ്രന് അലീനയുടെ വാക്കുകൾ ഒരു വല്ലാത്ത ഇത് തോന്നുകയാണ്. എന്ന് വെച്ചാൽ അലീന ആ കുട്ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും സ്വന്തം അനുജന് കുറ്റക്കാരനാക്കി, അതായത് വാദിയും പ്രതിയും എന്നുള്ള രീതിയിൽ ആ കുട്ടിയുടെ പക്ഷെ അലീന നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലിലാണ് ബാലചന്ദ്രൻ സംസാരിക്കുന്നത്. പക്ഷേ അലീന അച്ഛൻ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ആ കുട്ടിയെ ഞാൻ പോയി കാണുകയും കണ്ട് സംസാരിക്കുകയും ചെയ്യണം അച്ഛൻ, അല്ലാണ്ട് എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബാലചന്ദ്രന് ഒട്ടും തന്നെ താല്പര്യമില്ല അലീന അവിടെ പോകുന്നതിനെ കുറിച്ചൊന്നും ഒരു താല്പര്യമില്ല. പക്ഷെ എന്നാലും ധിക്കരിച്ച് പോകും പോലെ തന്നെ അലീന പോവാണ്. അത് കഴിഞ്ഞ് കൃഷ്ണമോളുടെ അടുത്ത് പറയണേ, ചേച്ചി ഒരു സ്ഥലത്ത് പോവാണ്, ചിലപ്പം വൈകും, ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ അച്ഛന് കൃത്യസമയത്ത് തന്നെ എടുത്ത് കൊടുക്കണം എന്നൊക്കെ കൃഷ്ണമോളെ പറഞ്ഞ് എല്ലാം റെഡിയാക്കണം. അപ്പോൾ ആ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അലീന ചേച്ചി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ശരണ്യെ കാണാൻ പോവാണ് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചി അവിടെ പോകണോ, നമ്മൾ ഈ സാഹചര്യത്തിൽ പോയാൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല ചേച്ചി, എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല മോളെ, അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, പക്ഷേ എനിക്ക് ആ കുട്ടിയെ കാണണം, അത് ആരെന്തൊക്കെ പറഞ്ഞിരുന്നാലും അവളെ കണ്ട് എനിക്ക് അതിനോട് ഒരു വാക്കെങ്കിലും പറഞ്ഞ് അതിനെ ഒന്ന് സമാധാനിപ്പിക്കണം. കാരണം അന്ന് ഒരു പക്ഷേ ഞാൻ ഒരു കംപ്ലൈൻറ്റ് കൊടുത്ത് ഇവർക്കെതിരെ കൊടുത്തിരുന്നെങ്കിൽ ഇന്നൊരു ശരണ്യ എന്ന് പറയുന്ന കുട്ടി അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു, പീഡനത്തിന് ഇരയായി ഒരു കുട്ടി ഇവിടെ ഉണ്ടാവില്ലായിരുന്നു, അതും ഒരു തെറ്റ് തന്നെയല്ലേ എന്നൊക്കെ ഇങ്ങനെ രീതിയിൽ അലീന കൃഷ്ണമോളടുത്ത് പറയുന്നുണ്ട്. പക്ഷേ കൃഷ്ണമോൾക്ക് ഒരു പരിധി കൂടുതലൊന്നും അതിനും പറയാനുള്ള ഒരു ഇതില്ലല്ലോ. പക്ഷേ അലീനയെ അടുത്ത് പോകണ്ടെന്ന് കർശനമായിട്ട് കൃഷ്ണമോളും പറഞ്ഞു. പക്ഷേ കൃഷ്ണമോളെയും ധിക്കരിച്ചു കൊണ്ട് തന്നെയാണ് അലീന അവിടെ പോണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വൈജയെ ശുശ്രൂഷിക്കുന്ന സിസ്റ്റർമാർ വരുമ്പോൾ അവർ വൈജയെ കൊള്ളും പാകത്തിന് ഓരോ കുത്തുവാക്കുകളൊക്കെ പറയണത്. മേഡം കണ്ടില്ലേ ടി വിയിൽ മേഡത്തിൻ്റെ മോനെ കുറിച്ച് പറയണത്, മേഡത്തിൻ്റെ അതേ കുടുംബത്തിൽ തന്നെ മേഡത്തിൻ്റെ ആങ്ങളയുടെ മോനും ഇതൊക്കെ തന്നെയാണല്ലേ, ഇതിനു മുന്നേയൊക്കെ ഇതുപോലെ റേപ്പ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്ന ആ അലീന എന്ന് പറഞ്ഞ കുട്ടിയെ ഇതിനു മുന്നേ മേഡത്തിൻ്റെ മോനും ഈ 1-ാം പ്രതിയൊക്കെ ചേർന്ന് ബലാത്സംഗം ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന്, വൈജയന്തി എല്ലാവരും കൂടെ ഒച്ചയെടുക്കണേ, എനിക്കൊന്നും കേൾക്കണ്ട. അപ്പോഴും മോനെ പുകഴ്ത്തിയാണ് വൈജ പറയണത്, എൻ്റെ മോൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, അവൻ ഒരിക്കലും ഇങ്ങനെ ഒരു ഇത് പോയില്ല, തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണോ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതെന്ന് അവരും പറഞ്ഞു കൊടുക്കുകയാണ് സിസ്റ്റർമാർ. പക്ഷേ വൈജയ്ക്ക് ആകെ വൈജയുടെ മെൻ്റലി ഇവരെല്ലാവരും കൂടെ അങ്ങോട്ട് ഹരാസ് ചെയ്യാണ് സിസ്റ്റർമാർ. ഒന്നാമത് വൈജയുടെ അഹങ്കാര സംസാരം, അത് കേൾക്കുമ്പോൾ അവരും വിട്ടുകൊടുക്കില്ലല്ലോ. സിസ്റ്റർമാർ നല്ല പറയുന്നുണ്ട്, കാരണം ടി വിയിൽ വെണ്ടയ്ക്ക പോലെ എല്ലാം എഴുതി കാണിക്കരുത്, മേഡത്തിൻ്റെ മോനെ മേഡം മാത്രമേ പുകഴ്ത്തി പറയുള്ളൂ. ഒരു പാവപ്പെട്ട വീട്ടിലൊരു പെൺകുട്ടിയെ പിച്ച് ചീന്തി പീഡിപ്പിച്ചിട്ട് മേഡം എന്ത് ന്യായമാണ് പറയണേന്നൊക്കെ അവരിങ്ങനെ സിസ്റ്റർമാർ ഇടിച്ചു കയറി പറയുകയാണ് കേട്ടോ. പക്ഷേ വൈജയ്ക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വൈജ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞ് ആട്ടി ഇറക്കുകയാണ് സിസ്റ്റർമാരെയൊക്കെ. എന്നിട്ട് വൈജ പൊട്ടിക്കരയുന്ന സീനൊക്കെയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അലീന നമ്മുടെ ശരണ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി അധികം ആരെയും അങ്ങനെ ബന്ധുക്കളോ ഒന്നും വന്ന് ആ കുട്ടിയെ കാണാനുള്ള അവസരമൊന്നും ഒരുക്കുന്നില്ല. പിന്നെ പുറമേ നിന്നും പ്രത്യേകിച്ച് നമ്മുടെ ഹരി, രോഹിത്ത്, മറ്റ് 2 പേരുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം വളരെ അപ്പാണ്. അപ്പം ഒരിക്കലും അവരെ ഫാമിലി ഇവിടെ വന്ന് ഇവരെ ക്യാഷ് കൊടുത്ത് കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, മെമ്പർമാരും അതുപോലെ നമ്മുടെ വനിതാ വിഭാഗം അങ്ങനെ കുറേ പേര്. അപ്പം അങ്ങനെ ഒരു ആരെങ്കിലും ഇവിടെ വരികയോ ഇവരെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കണമെന്ന് കൗൺസിലറൊക്കെ പറഞ്ഞൊക്കെയാണ്. അതനുസരിച്ചിട്ട് എല്ലാവരും നിൽക്കുകയാണ്. അപ്പോൾ എപ്പോഴും അവിടെ ആൾക്കാർ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ അലീന ചെല്ലുകയാണ്. അപ്പോൾ അലീന ആരാണ് എന്നുള്ളത് അവിടെ എല്ലാവർക്കും അറിയാം. കാരണം പത്രത്തിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു അവിടെ സർവൻ്റായിട്ട് നിന്ന് അലീന എന്ന് പറയുന്ന പെൺകുട്ടി ബാലചന്ദ്രൻ വീട്ടിലെ സർവൻ്റാണെന്നും ആ കുട്ടി ഇതിനു മുന്നേ ഇതുപോലെ ഒരു പീഡനത്തിന് ഇരയാകേണ്ടി വന്നുവെങ്കിലും റേപ്പ് ചെയ്യപ്പെട്ടില്ല. പക്ഷെ അന്ന് ആ കുട്ടി അത് കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തതുമില്ല. ഇപ്പോൾ അതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ കൊടുക്കാൻ ശ്രമിക്കുന്നതുമില്ല. അപ്പം സ്വന്തം വീട്ടിലെ ആ രോഹിത് എന്ന് പറഞ്ഞ അവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ നിൽക്കുന്നത്.
ആ അവൾ എന്തിനിവിടെ വന്നു? അപ്പോൾ അലീന വരുന്നത് അവരെല്ലാവരും നോക്കുകയാണ്. അപ്പോൾ പലർക്കും ബോധ്യമാവാണ് ഇത് ആ പെങ്കൊച്ചല്ല, അലീന എന്ന് പറയുന്ന പെൺകുട്ടിയല്ല, കാരണം അവരാരും കണ്ടിട്ടുള്ള കുട്ടിയല്ല. അപ്പോൾ അവൾ എന്തിനിവിടെ വന്നു എന്നുള്ള രീതിയിൽ ആ ശരണ്യയുടെ ആങ്ങളെയും അമ്മയും നാട്ടുകാരൊക്കെ ഇങ്ങനെ വീക്ഷിച്ച് നിൽക്കാൻ കേട്ടോ. പക്ഷെ അലീന വന്നത് ഏറ്റവും വലിയൊരു മണ്ടത്തരാണ് കേട്ടോ. അലീന ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള ഒരു ഇതും അലീന ചിന്തിക്കുന്നില്ല. അലീന പെട്ടെന്ന് ആ കുട്ടിയോട് സംസാരിക്കാം, അവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടിയായിട്ട് സംസാരിക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് വന്നത്. പക്ഷേ അലീന അവിടെ നിന്ന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ കൂടുതലായിരുന്നു. കാരണം അലീനയെ വളരെയേറെ അടിച്ച് അവസാനം ഈ ശരണ്യയുടെ ആങ്ങളെയൊക്കെ മണ്ണെണ്ണ കൊണ്ടുവന്ന് ഒഴിച്ച് കത്തിക്കട അവളെ ജീവനോടെ കത്തിക്കാമെന്ന് നാട്ടുകാർ മൊത്തം പറയണം. അങ്ങനെ തലവഴി മണ്ണെണ്ണയൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ച് ഒരുപാട് വലിച്ചെഴച്ച് ആ വസ്ത്രമൊക്കെ കീറി അലീന ഒരുപാട് തല്ലിയാണ് ആൾക്കാർ, പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലുന്ന സീനൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് അപ്കമിങ് വിശേഷത്തിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേട്ട് കാണും എന്ന് കരുതുന്നു. എങ്കിലും അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പം നാളെ അലീന അവിടെ ചെല്ലുന്ന സീനൊക്കെയാണ്. അലീന ആരാണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ വരും ദിവസങ്ങളിൽ കാണിക്കുന്നത് അലീന ഒരുപാട് മർദ്ദനം ഏൽക്കേണ്ടി വരികയാണ്. അവസാനം അലീനയെ രക്ഷിക്കാനായിട്ട് തൊട്ട് ശരണ്യയുടെ വീടിനോട് ചേർന്നാണ് നമ്മുടെ ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓട്ടോ ഡ്രൈവർ, അറിയാമല്ലോ, അയാൾ ഉള്ളത്. അപ്പോൾ അയാൾ ഈ ബഹളമൊക്കെ കേട്ട് വന്ന് നോക്കുമ്പോൾ അത് അലീനയാണ്. അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. കാര്യം അയാളെ മനസ്സിൽ ഓർമ്മയിൽ നിന്നൊരു കുട്ടിയുടെ മുഖത്തിലൊന്നാണ് അലീനയുടെ മുഖം. കാര്യം വീട്ടുജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം അനാഥാലയങ്ങളിൽ ആ സാധനങ്ങൾ മേടിച്ചു കൊടുത്ത് ആ ഒരു രീതിയിൽ അന്നേ അയാൾക്ക് ഈ കുട്ടിയെ ഓർമ്മയുണ്ട്, അലീന എന്ന് പറഞ്ഞാൽ. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടെ വളഞ്ഞ് മർദ്ദിക്കുമ്പോൾ അലീനയെ രക്ഷപ്പെടുത്താനായിട്ട് ഷാജി അവിടെ വരുന്ന സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം വരുന്ന സീൻ എന്തൊക്കെയാണ്. അതിൻ്റെ ആ സസ്പെൻസ് അങ്ങ് കളയണ്ട അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ അലീന അവിടെ ചെന്നിട്ട് അലീന നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ശരണ്യയെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എന്തായാലും നമ്മുടെ മഴതോരും മുമ്പ് സീരിയലിൻ്റെ ആ ഒരു ട്വിസ്റ്റ് ഏത് രീതിയിലൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുമ്പോൾ തന്നെ ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക. എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി. ദിനം ഇന്ന് എല്ലാത്തിലും വരുന്നുണ്ട് കേട്ടോ, സോറി. ശുഭരാത്രി പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു.